ഹലോ ഫ്രണ്ട്സ്, ഉപയോഗിക്കും തോറും സ്കിൻ ബ്രൈറ്റായി സ്കിന്നിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറാനായിട്ട് ഒരു ഹോം വേർഡ് സോപ്പാണ് ഇന്നുണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു സോപ്പ് ബേസാണ് ആദ്യം വേണ്ടത്. 500 kg വരുന്ന ഒരു സോപ്പ് ബേസിൻ്റെ പകുതിയാണ് ഞാൻ ഇന്ന് സോപ്പ് ഉണ്ടാക്കാൻ എടുക്കുന്നത്. അപ്പം ഈ സോപ്പ് ബേസ് ചെറിയ പീസസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ സോപ്പ് ബേസ് എവിടെ കിട്ടുമെന്ന് വെച്ചാൽ എല്ലാ സോപ്പ് വയ്ക്കുന്ന ഷോപ്പുകളിലും ഓൺലൈനായിട്ടൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു അലോവേറയാണ്. അപ്പോൾ അതിൻ്റെ യെല്ലോ ഇത് കളഞ്ഞിട്ടെടുക്കുക. പിന്നെ കസ്തൂരി മഞ്ഞൾ അങ്ങാടി ഷോപ്പുകളിൽ നിന്നൊക്കെ കിട്ടും. പിന്നെ വേണ്ടത് വൈറ്റ് സാൻഡൽവുഡ്, പിന്നെ വേണ്ടത് ഒരു ഉരുളക്കിഴങ്ങ് എന്നിവയാണ്. ഇപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ്. ആദ്യം അലോവേറ ജെല്ലും അതേപോലെ തന്നെ ഒരു പകുതി ഉരുളക്കിഴങ്ങും കൂടി നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ അടിച്ചെടുത്തതിനകത്തേക്ക് ഞാൻ ഒരു 3/4 ടേബിൾ സ്പൂണ് മഞ്ഞളും അതേപോലെ തന്നെ ഒരു 1/4 ടേബിൾ സ്പൂണ് ചന്ദന പൗഡറുമാണ്, വൈറ്റ് കളറ് ചന്ദനപ്പൊടിയുമാണ് ചേർക്കുന്നത്. അതിനുശേഷം ഈ സോപ്പ് ബേസ് ഒരു ഡബിൾ ബോയിലിംഗ് ചെയ്ത് നമ്മൾ നല്ല മെൽറ്റാക്കി എടുക്കണം. ഒട്ടും കട്ടകളൊക്കെ മാറി മെൽറ്റായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ആ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിശ്രിതം അതിലേക്ക് ചേർത്ത് യോജിപ്പിക്കുക. അങ്ങനെ യോജിപ്പിച്ച് ഉടനെ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം. ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ ഏതിൻ്റെ ഷേപ്പാണോ വേണ്ട, ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പ്ലാസ്റ്റിക് കപ്പുകളാണ്. അതിലേക്ക് കുറച്ച് ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കുക കട്ടയാകുന്നതിന് മുമ്പ്. അതിനുശേഷം ഒരു 4 മണിക്കൂറെങ്കിലും പുറത്തെ ടെമ്പറേച്ചറിൽ സൂക്ഷിക്കുക. അപ്പോൾ 4 മണിക്കൂർ ശേഷം നമ്മുടെ സോപ്പ് പൗഡർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം എടുത്ത് നമുക്ക് കയ്യിലൊന്ന് യൂസ് ചെയ്ത് നോക്കാം. ഇപ്പം കണ്ടോ തന്നെ നല്ല പത വരുന്നുണ്ട്. അപ്പം നമ്മുടെ നോർമൽ സോപ്പിൻ്റെ അത്രയും ഇല്ലെങ്കിലും ഏകദേശം നല്ല പത വരുന്നുണ്ട്. ഉപയോഗിക്കുന്നതോടെ സ്കിന്ന് നല്ല ബ്രൈറ്റായി ഇരിക്കും. ഇപ്പോൾ കെമിക്കൽ സോപ്പിനേക്കാൾ കൂടുതൽ നല്ല എഫക്റ്റ് ചെയ്യുന്ന നല്ലൊരു സ്കിൻ ബ്രൈറ്റനിങ് സോപ്പാണ്. അപ്പം വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്